ഒരു ലേഡിയാണ്, പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഫിലിംസ് ആണ്, എ ഗ്രേഡ് മൂവീസ് ആണ്. ആ ഒരു സീനിൽ അവർ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പച്ചയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് അവരത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് കണ്ടപ്പം ഭയങ്കര ദേഷ്യം വന്നു. അതായത് നമുക്കിങ്ങനെ എന്ത് when kids are watching, because കുഞ്ഞു പിള്ളേർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഈ ഒരു പ്രായത്തിൽ തന്നെ പല സാഹചര്യത്തിലും സൗണ്ടിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് പലതും പല പച്ചക്കാണ് പറയുന്നത്. നന്നായിട്ട് സ്നേഹിക്കുകയും ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളവർക്ക് ബോധ്യപ്പെടുകയും വേണം. മനസ്സിൽ സ്നേഹം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇത് കാണിക്കൂടെ ചെയ്യണമെന്നേ, ഇത് കാണിക്കണം. എൻ്റെ അച്ഛനും ഇതേപോലെയായിരുന്നു. ഇത് സ്നേഹം മൊത്തം ഉള്ളില്, നിങ്ങൾക്ക് അതൊന്ന് പുറത്തെടുത്തുകൂടെ, ആ സ്നേഹം പുറത്ത് കാണിച്ചുകൂടെ എന്നൊക്കെ അമ്മ പറയാറുണ്ട്. ഞാൻ ഒരുപാട് സ്നേഹം കാണിക്കും. അപ്പൊ അങ്ങനെ ആ ഡിസിഷൻ എടുത്തപ്പോൾ പിന്നെ ഞാൻ നാട്ടുകാരോട് അത് കാണിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരോടും ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാരും മുത്തേന്നാ വിളിക്കുന്നത്. പെട്ടെന്ന് പേര് കിട്ടിയില്ലെങ്കിൽ മുത്തേ സേഫ് ആണ്. സൈജേട്ടൻ ഇതുവരെ ആരുടെ ദേഷ്യം ഞാൻ കുറെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഒരേ ഭാവം. സൈജേട്ടൻ ഒരു ജെന്റിൽമാൻ ആണ്, ഞാൻ എല്ലാരോടും പറയും. അല്ല അതെന്റെ അഭിനയാണെന്നൊക്കെ. സൈജേട്ടൻ അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. മാറ്റണ്ട, അത് ഇരുന്നോട്ടെ പ്ലീസ്. അങ്ങനത്തെ ഒരു ഇമേജ് എനിക്ക് വേണ്ട. നല്ലതല്ലേ? അന്നാ അല്ല കേട്ടോ. ഈ ഒരു ലുക്ക് പുതിയ സിനിമക്ക് ഒരു ആട് 3 ഫസ്റ്റ് ആട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആടിൽ ഞാനിത് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആടിലേക്ക് 2 മുഖങ്ങളാണ്. ഒന്ന് ഈ മുഖമാണ്, അതായത് ഭീകരനായിട്ട്, ഒന്ന് ഇതാണ് പാവം. ആട് 3 ഞാൻ കുറച്ചുകൂടെ കൂളാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവം എഴുതിയ കഥയിൽ ജീവിതം മാറിയ 4 പേരാണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ടീച്ചർ കണ്ടു, ഗംഭീര ടീച്ചർ. കാരണം സിനിമ കാണാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തോ നിങ്ങൾ തയ്യാറാക്കി വെച്ച ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സത്യത്തില് എന്താണ് ഈ സിനിമ? ഫാന്റസിയാണ്, ഫാന്റസിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം അപ്രതീക്ഷിതമായി കടന്നു വരുന്നതാണ്. നമുക്കിപ്പം ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാവും, അതങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഇപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം വന്നാൽ ദൈവം എന്തായാലും വില്ലനായിട്ട് വരില്ലല്ലോ. ദൈവം എപ്പോഴും പോസിറ്റിവിറ്റിയുടെ ഒരു പ്രതീകമാണ്. നമ്മളെ നന്നാക്കാനേ വരുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാനേ ദൈവവും ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്താണ്? ഈ മനുഷ്യന്റെ എങ്ങനെയാണ് ഇയാളുടെ പ്രശ്നങ്ങളൊക്കെ ദൈവം സോൾവ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ അകത്ത് എന്തൊക്കെ കറക്ഷൻസ് ആണ് ഈ മനുഷ്യൻ വരുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വരുത്തേണ്ടത് ഫ്യൂച്ചറിൽ നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സിനിമ പറയുന്നത്. തോമസ് പിന്നെ പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാസ്റ്റിംഗ് ആയിരിക്കും വിചാരിക്കും, പക്ഷെ ഇത്രയും ചെറിയൊരു പ്രൊഡ്യൂസർ. സനവും ചെറിയ പ്രൊഡ്യൂസറാണ്. എനിക്ക് 23 വയസ്സ്. പക്ഷെ ഇത്ര ഒരു ചെറിയ പ്രൊഡ്യൂസർ വരുന്ന സമയത്തെ ഈ സിനിമ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഇവരെ തന്നെ ചൂസ് ചെയ്യാം, അതൊക്കെ എങ്ങനെയാ തീരുമാനിച്ചത്? അതായത് ഈ പടം സനൂപ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്. പുള്ളിയാണ് ഈ പടത്തിന്റെ പിച്ചായിട്ട് എൻ്റെ അടുത്ത് പിച്ചൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഞാൻ ഫെബീനെ കണ്ടു, ഡയറക്ടറെ കണ്ടു, കഥ കേട്ടു. ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് മൂവി. ഇപ്പം ഞാനൊരു ഫസ്റ്റ് മൂവി ചെയ്യാൻ വളരെ യാദൃശ്യമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു പടം ഫീൽ ഗുഡ് ആവട്ടെ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ കഥ കേട്ടു, ക്യാരക്ടേഴ്സൊക്കെ ഓൾറെഡി അപ്പം അന്നേരം മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ദയവായിട്ട് സണ്ണി വെയിൻ, സഹിച്ചേട്ടൻ, അപർണ എല്ലാവരും നമുക്കൊരു എന്താ പറയുക ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് ആദ്യമേ ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് കയറുമായിരുന്നു. ഞങ്ങള് ഇപ്പം നമുക്കാരും നമ്മൾ ഗോൾഡിനെ കണ്ടിട്ടില്ല. ചിലപ്പം പലരുടെയും വേഷങ്ങളിലായിരിക്കും നമുക്ക് ലൈഫിൽ നമ്മൾ ഗോൾഡിനെ കാണുക. ഈ സിനിമ റിലീസായ ശേഷം സണ്ണിവേനാണോ നമ്മുടെ മനസ്സിൽ ഇനി ഗോൾഡായിട്ട് വരാൻ പോകുന്നതെന്ന് കറക്റ്റ് ദൈവം ആ മുഖത്ത് ആ ഒരു പ്രകാശമൊക്കെ വരുന്നുണ്ട്. സീരിയസ്ലി സിനിമ കണ്ടോണ്ടിരിക്കുന്ന ഷൂട്ട് ചെയ്തില്ലേ, ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ കാണാൻ പറ്റുമല്ലോ. മോണിറ്റർ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. സണ്ണി മുടിയൊക്കെ വളർത്തിയിട്ട് താടിയൊക്കെ വെച്ചത് ഒറിജിനൽ മുടിയും താടിയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ, വിഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഓറ ഫീൽ ചെയ്തു, ദൈവമാണെന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അത് കാസ്റ്റിംഗ് ഗംഭീരായിരുന്നു. കാരണം ഇനിയിപ്പം ഉണ്ണിമുഖത്തിൽ നമുക്ക് ഈ പയ്യപ്പനെ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഗോളായിട്ട് പുള്ളിക്കാരൻ മാറുമായിരിക്കും. ഇതിൽ പറയുന്നുണ്ട് ടീച്ചറിൽ ദൈവം ഇല്ല എന്ന രീതിയിലൊരു സ്ക്രിപ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട്. ശരിക്കും ദൈവം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലല്ലേ, നമുക്കറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, ഇൻക്ലൂഡിങ് മീ. ഞാൻ
ബിലീവറാണ്, ഞാൻ നല്ലോണം വിശ്വസിക്കുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, അമ്പലത്തിൽ പോകുന്ന ആളാണ്. പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും നടക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇത് ദൈവമൊന്നും ഇല്ല, അതൊക്കെ വെറുതെ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഉണ്ടാവണമായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും, ഞാൻ ചുമ്മാ അമ്മേനെ ഇതാക്കാൻ വേണ്ടി പറയും ഇതൊക്കെ സയൻസ് അല്ലേ. അപ്പൊ അമ്മ പറയും എങ്കിൽ നിന്റെ സയൻസ് അറിയുന്ന ആൾക്കാരോട് ചോദിക്ക്, സയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ആദ്യമേ കുറച്ചുണ്ടല്ലോ, എന്നിട്ടാണല്ലോ ഈ സയന്റിസ്റ്റുകൾ വന്ന് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം ആരാണ് ഈ സയന്റിസ്റ്റുകളോടൊക്കെ നീ ചോദിക്കുന്നത്. അമ്മ ശരിക്കും അമ്മയോടൊക്കെ തർക്കിക്കുമ്പോൾ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിട്ട് പോകാനേ പറ്റില്ല. അവർക്ക് അതിൻ്റെതായ അത്രയും റീസൺസ് ഉണ്ട്. അപ്പൊ എനിക്കറിയില്ല ദൈവം ഉണ്ടോ ഇല്ലോ എന്ന്, പക്ഷെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ നമ്മൾ കൊച്ചുനാളിലെ ദൈവം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഒരു 3 മരം ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കും, ഇതൊക്കെ ചോദിക്കണം. ഈ ടീച്ചറിലും കാണാൻ പറ്റുന്നുണ്ട് 3 മരത്തിനെ കുറിച്ച്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ദൈവം പ്രത്യക്ഷപ്പെടാണ്, 3 മരങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ പോകുന്ന 3 മരം എന്തായിരിക്കും? എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. ഇവിടെ തന്നെയാണോ? ഇപ്പൊ പറയുകയാണെങ്കിൽ പടം എല്ലാവരും കണ്ട് നല്ലൊരു വിജയം ആവട്ടെ ഒരു ആഗ്രഹമുണ്ട്. അതാണ് മെയിൻലി പറയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരിക. എന്തൊക്കെയുണ്ട് ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ കൂടുതൽ ലോഡ് കൊടുക്കില്ല. ഞാൻ ദൈവത്തിന് സാധിക്കുന്ന 1-2 കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ 3 വരെ ചോദിച്ചാൽ ചിലപ്പോൾ 2 ഞാൻ ചോദിക്കുള്ളൂ. ഒന്ന്, എൻ്റെ 2 മക്കളും അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട്, നല്ല സിവിലൈസ്ഡ് ആയിട്ട്, നല്ല സിറ്റിസൺസ് ആയിട്ട് വളരുക എന്നുള്ളത്, നല്ല സെൻസിബിൾ ആയിട്ട്, നല്ല കറേജിയസ് ആയിട്ട് അവർ വളർന്നു വലുതാകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എല്ലാവരുടെ ഹെൽത്ത് നന്നാക്കി വയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ വരം ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പം എൻ്റെ ഫാമിലിയെ പറ്റിയായിരിക്കും. എന്ന് വെച്ചാൽ സെൽഫിഷ് അല്ല കേട്ടോ, എല്ലാവരുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ ദൈവം പ്രതീക്ഷപ്പെട്ട പോലെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷപ്പെടുമല്ലോ, അപ്പൊ ഇവര് ചോദിച്ചോളും അവരുടെ ഫാമിലിയുടെ ഹെൽത്ത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം സെൽഫിഷ് ആയതുകൊണ്ടല്ല, പക്ഷെ കൂടുതൽ ലോഡ് കൊടുക്കണ്ടല്ലോ ദൈവത്തിന്. അതുകൊണ്ട് എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യം മാത്രം, എന്റെ സുഹൃത്തുക്കളുടെയും കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. വെച്ചാല് ഹെൽത്ത് വേണമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നല്ലപോലെ വളരുക എന്നുള്ളത് നമ്മുടെ പ്രൈം കാര്യമാണ്. പിന്നെ ഹെൽത്ത് എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. ഈ പറഞ്ഞ ഇവര് ചോദിക്കാൻ വേണ്ടി, ദൈവത്തിനോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ ഇവരുടെ, എനിക്ക് തോന്നുന്നത് ഹെൽത്ത് ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു ഫാമിലി ഒരു അച്ഛൻ, നല്ലൊരു അച്ഛനാണെന്ന് തോന്നുന്നു ശരിക്കും. ഇത്രയും നമ്മൾ വളരുന്ന കുട്ടികൾ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു അച്ഛനെന്ന നിലയിൽ എപ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്, എപ്പോഴും കൂടെ ഇരിക്കും. ഇത്രയും തിരക്കുള്ള ഒരാളാണ്. അത്രയൊന്നും ട്രൈ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ നമ്മൾ ഈ തിരക്കെന്ന് പറയുമ്പോഴത്തേക്കും തിരക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അത് എല്ലാ ദിവസവും തിരക്കൊന്നും കാണില്ല. ഞാൻ കുറെ സമയം വീട്ടിലൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇത് ഈ ഒരു അഡ്വൈസിങ് മോഡിലേക്ക് ഞാൻ പോകാറില്ല. ചില സമയത്തൊക്കെ ഇപ്പൊ മോക്ക് 19 വയസ്സായി. അപ്പം അവള് കുറച്ചുകൂടെ കേൾക്കും. ആ പ്രായമാണല്ലോ. എൻ്റെ മോന് 10 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അവൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. ഞാനിത് പറയും, ഓക്കെ അച്ഛാ, ഓക്കെ 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 പറഞ്ഞോളൂ. പക്ഷെ എനിക്കറിയാം അതൊന്നും രജിസ്റ്റർ ആവുന്നില്ല, വേറെ പ്രോസസ്സിലാണ്. അപ്പൊ ഇപ്പോഴും അവരോടൊക്കെ ഇതൊക്കെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്ക് അറിയില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ മകനോടൊക്കെ എനിക്ക് ഉറപ്പായിട്ടും, മകളോടൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ റീൽസിനെ പറ്റിയൊക്കെ കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. പക്ഷേ ചില റീൽസൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെ കൂടുതൽ നമ്മളെ റിയലൈസ് ചെയ്യിപ്പിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു റീൽ ഞാൻ കണ്ടായിരുന്നു, കുട്ടികൾ വളരുന്ന സമയത്ത് സെക്സിനെ പറ്റിയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ മകൻ 10 വയസ്സ് കഴിഞ്ഞു. ടീനേജറൊക്കെ ആകുമ്പോഴത്തേക്കും പല ചേഞ്ചസും ബോഡിയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മളെ കൊച്ചായിരുന്നപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടുകാർ പറഞ്ഞു പോലും തന്നിട്ടില്ല. നമുക്ക് ചോദിക്കാനും ഒക്കെ പേടിയായിരുന്നു. പിന്നെ അല്ലെങ്കിലും പിള്ളേരങ്ങനെ ചോദിക്കൊന്നുമില്ല. അപ്പം ഒരുപക്ഷെ അതൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ
പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഒരു സംഭവം അത് ഈ ഇൻസ്റ്റ റീൽസ് ഒക്കെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. സോ അതൊക്കെ ചെയ്യണം നമ്മൾ ആക്ച്വലി. ശരിക്കും നമുക്ക് ഒരാൾക്ക് പറയാനുള്ള കാര്യം നമ്മളിപ്പോ റീൽസ് അയച്ചിട്ടാണ് പറയുന്നത്, കറക്റ്റ് അങ്ങനെ തന്നെ വരാറ്. അപ്പൊ ഞാൻ പതുക്കെ ഇവനോട് ഞാൻ പറഞ്ഞു തുടങ്ങി, അച്ഛൻ്റെ മുഖത്തൊക്കെ ഹെയർ വന്ന പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ നിന്റെ ആംപിറ്റ്സിലും മുഖത്തും പിന്നെ ഇവിടെ ഗ്രോയിൻ ഏരിയയിലും ഒക്കെ നിനക്ക് ഹെയർ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പതുക്കെ അത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഒരു എങ്ങനെയാണ് ഒരു ആണ് മെച്യൂർ ആവുന്നത്, അതിന്റെ ഒരു തുടക്കം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ അത് വലുതാവുന്നതനുസരിച്ച് ഞാൻ ആക്ച്വലി എല്ലാവരും ഇപ്പൊ ഭയങ്കര എക്സ്പോസ്ഡ് അല്ലേ, പിള്ളേരൊക്കെ എല്ലാ ഫോണും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷൻ, എൻ്റെ ഒരു ജനറേഷൻ വരെ നമ്മൾ ഫോൺ ഇല്ലാത്തൊരു ടൈമും ഈ ഒരു ടൈമും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ അനിയന്റെയും അവരുടെയൊക്കെ സ്കൂളിലൊക്കെ തന്നെ ഫോൺ മസ്റ്റ് അല്ലേ അവർക്ക്, ഫോണോ അല്ലെങ്കിൽ ഐപാഡോ. കൊറോണ വന്നപ്പോൾ എല്ലാവർക്കും അത് വേണം എന്നുള്ളതായി, ഓഫ്ലൈനും ഇതൊക്കെ കാരണം. അപ്പൊ ഞാൻ ഈ അടുത്ത് ആക്ച്വലി ഇത് ഞാൻ എപ്പോഴെങ്കിലും ഒരു ഇതിൽ പറയണം എന്ന് വിചാരിച്ചായിരുന്നു. ഒരു എനിക്ക് ആരുടെ പേര് പറയണമെന്നൊന്നും ആഗ്രഹമില്ല, ബിക്കോസ് എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. ഒരു ലേഡിയാണ്, പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഫിലിംസ് ആണ്, ഇങ്ങനത്തെ എ ഗ്രേഡ് മൂവീസ് ആണ്. ദാറ്റ് ഇസ് അപ് ടു ദെം. അത് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്, അത് ലൈഫ് സ്റ്റൈൽ അത് അവരുടെ ലിവിങ് ആക്കുന്നവരുണ്ട്, ഓക്കെ. പക്ഷെ അത് എന്ത് ചെയ്യണം, ആ ഒരു സീനിൽ അവർ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പച്ചയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് അവരത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് കണ്ടപ്പം ഭയങ്കര ദേഷ്യം വന്നു. അതായത് നമുക്കിങ്ങനെ എന്ത് കാണിക്കുന്ന ഇവരൊക്കെ എന്ന് തോന്നി. ബിക്കോസ് ഇറ്റ്സ് ഓക്കെ ദറ്റ് യു ആർ മേക്കിംഗ് സച്ച് കൈൻഡ് ഓഫ് മൂവീസ്, അതുകൊണ്ട്. പക്ഷേ ഡോണ്ട് ഡു ഇറ്റ് വെൻ കിഡ്സ് ആർ വാച്ചിങ്. ബിക്കോസ് കുഞ്ഞു പിള്ളേർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു പ്രായത്തിൽ തന്നെ. ഇറ്റ്സ് നോട്ട് വെരി ഹെൽത്തി ഓൾസോ, ബിക്കോസ് അവർ സ്കൂളിൽ പോകുന്നു, അവർ ഓപ്പോസിറ്റ് ജെൻഡറുള്ള പെൺപിള്ളേരെ കാണുന്നു. അപ്പൊ ഇവർ ഇതൊക്കെ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഇതായിട്ട് പറയുമ്പോൾ ഐ ഫീൽ ലൈക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു സോഷ്യൽ, ഞാൻ ഭയങ്കര അങ്ങനെ പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ ഒരു ബേസിക് റെസ്പോൺസ്. ഇപ്പൊ എനിക്ക് മക്കളൊന്നുമില്ല, ഇപ്പൊ സൈജു ചേട്ടനൊക്കെ ഇവർക്കൊക്കെ മക്കളുണ്ട്, അപ്പൊ അറിയായിരിക്കും ഇവരൊക്കെ പിള്ളേർ ഫോണിൽ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ പല സാഹചര്യത്തിലും സൗണ്ടിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് പലതും പല പച്ചക്കാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് സൗണ്ട് ഉറക്കേണ്ടി വരും നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട്, വിച്ച് ഇസ് വെരി റോങ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഇത് കണ്ടത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മയോടൊക്കെ പറയും, എന്താ ഇത്, ഓക്കെ കാലമൊക്കെ മാറി, ഇപ്പൊ എല്ലാം ന്യൂ ജനറേഷനാണ്, അടിപൊളിയാണ്, അതൊക്കെ ഓക്കെ, ഇത് കുറച്ച് കൂടുതലാണെന്നുള്ളത്. ബിക്കോസ് അങ്ങനത്തെ ആൾക്കാർ മനസ്സിലാക്കണം ദാറ്റ് ഇറ്റ്സ് നോട്ട് നൈസ്, നോട്ട് എവ്രി വൺ വാണ്ട്സ് ദെയർ കിഡ്സ് ടു സീ ഓൾ ദിസ്. ഇപ്പൊ തന്നെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുപോലെ പേരൻസ് ഒക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ്. ഇങ്ങനത്തെയൊക്കെ പലതും നിങ്ങൾ കാണും, പക്ഷെ അതല്ല ശരി, അതല്ല ജീവിതം എന്നുള്ളത് ഇപ്പം തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞൊരു വലിയൊരു പോയിന്റ് തന്നെയാണ്. അങ്ങനെ ഒരു അച്ഛൻ ക്യാരി ആവാറുണ്ടോ? കാരണം ഞാൻ നമ്മളങ്ങനെ കുട്ടികളുടെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അവർക്കൊക്കെ അറിയാലോ. മുമ്പ് ഇപ്പൊ നമ്മൾ ഈ ഫോണൊന്നും ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഇപ്പൊ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ബ്ലണ്ടറാണ്. കാരണം ഇപ്പോൾ അവരുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അറിയുന്നതിനേക്കാൾ കുട്ടികൾക്ക് അറിയാം. രക്ഷിതാക്കൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അറിയാം. എല്ലാം അവരുടെ കയ്യിലുണ്ട്, അവർക്ക് നോക്കിയതെല്ലാം മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാം അവർ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ വീടുകളിൽ കുട്ടികളോട് നമുക്ക് അവരെ സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. അവരെ നന്നായിട്ട് സ്നേഹിച്ചാൽ മതി. നന്നായിട്ട് സ്നേഹിക്കുകയും ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള അവർക്ക് ബോധ്യപ്പെടുകയും വേണം. മനസ്സിൽ സ്നേഹം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇത് കാണിക്കൂടെ ചെയ്യണം. ഇത് കാണിക്കണം. അത് പുറത്ത് കാണിക്കാത്ത ആളുകളുണ്ട്. ഞാൻ അങ്ങനെ പുറത്ത് കാണിച്ചിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത് ഇത് മണ്ടത്തരാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ അടുത്ത് വിളിച്ച് ഇരുത്തി അവരുമായിട്ട് സംസാരിക്കും. എന്തൊക്കെയാണ് കോളേജിൽ നടന്നുള്ള കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതെല്ലാം അവരിങ്ങനെ കൃത്യമായിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ മാക്സിമം ഫാമിലി ആയിട്ട് കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ പിന്നെ അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ആ സ്നേഹത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവണം എന്ത് അത് റോങ് ആണ്, ഇതാണ് ശരി എന്ന്. അതൊക്കെ അവർ മനസ്സിലാക്കിക്കോളും. കാരണം അതിനൊക്കെയുള്ള ബുദ്ധിയുള്ള കുട്ടികളില്ലേ നമ്മുടെ കുട്ടികൾ. അപ്പോൾ അതേണ് ഒരു മാർഗമുള്ളൂ എന്നാണ് എൻ്റെ ഒരു ആംഗിള്. എൻ്റെ അച്ഛനും ഇതേപോലെയായിരുന്നു. സ്നേഹം മൊത്തം ഉള്ളില് ഒരു കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. കാണിക്കണം. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ എൻ്റെയൊക്കെ കൊച്ചിലെ അച്ഛൻ്റെ ഒക്കെ പറയുന്നത്,
നിങ്ങൾക്ക് അതൊന്ന് പുറത്തെടുത്തുകൂടെ, സ്നേഹം പുറത്ത് കാണിച്ചുകൂടെ എന്നൊക്കെ അമ്മ പറയാറുണ്ട്. അമ്മ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന ആളാണ്. ഞാൻ അതുകൊണ്ട് ഐ മേഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഞാൻ ഒരുപാട് സ്നേഹം കാണിക്കും. അപ്പൊ അങ്ങനെ ആ ഡിസിഷൻ എടുത്തപ്പോൾ പിന്നെ ഞാൻ നാട്ടുകാരോട് അത് കാണിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരോടും ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പെട്ടെന്ന് പേര് കിട്ടിയില്ലെങ്കിൽ മുത്തേ സേഫ് ആണ്. ശരിക്കും പരിചയമുള്ള പേര് നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ അത് പിന്നെ നമ്മുടെ ഒരു ഈ ഹാബിറ്റിന്റെ ഭാഗം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാബിറ്റിന്റെ ഭാഗമായിട്ട് മുത്തെന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം, കേൾക്കുന്നവർക്കും ഒരു സുഖം അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഷൈജേട്ടൻ ഇതുവരെ ആരുടെ ദേഷ്യം, ഞാൻ കുറെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഒരേ ഭാവം ഒരേ രീതിയിലാണ് സംസാരിക്കുക. ജെന്റിൽമാൻ ആണ്, ഞാൻ എല്ലാവരോടും പറയാം. അല്ല 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 അതെന്റെ അഭിനയാണെന്നൊക്കെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അത് മാറ്റണ്ട, അത് ഇരുന്നോട്ടെ പ്ലീസ്. അങ്ങനത്തെ ഒരു ഇമേജ് എനിക്ക് വേണ്ട. നല്ലതല്ലേ? പണ്ട് ഈ പറഞ്ഞ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലുക്ക് പുതിയ സിനിമക്ക് ഒരു അതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ പോയി കേട്ടോ. ഇപ്പം അത് പണ്ടായിരുന്നു മറ്റേ കൊള്ള സംഗീതത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ വിശ്വസിച്ചോണ്ടിരുന്നത്, വില്ലന്മാരായിട്ട് അഭിനയിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നല്ല ചുള്ളന്മാരൊക്കെ അല്ലേ വില്ലന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അല്ല, ഇതിപ്പം ആടിന്റെ ലുക്കാണ്. നിങ്ങള് കൊമ്പമീശ കണ്ടിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. 2025 ഡിസംബർ ക്രിസ്മസ് റിലീസ് ആയിരിക്കും. അങ്ങനെയാണ് പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനിപ്പോ ഏത് കാണുന്നത്? പക്ഷെ അത് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് അത് ഭയങ്കര രസമല്ലേ? ഒരു സിനിമ, ഒരു ക്യാരക്ടർ ചെയ്തു, അടുത്ത സിനിമ ചെയ്യുന്നു, അടുത്ത ക്യാരക്ടർ. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒന്നും ചെയ്യുന്നു, കുറെ സിനിമ ശേഷം വീണ്ടും അതേ കഥാപാത്രമായിട്ട് വരുന്നു. അത് ഭയങ്കര ത്രില്ലിംഗ് അല്ലേ? ത്രില്ലിംഗ് ആണ്. ഇപ്പൊ രസവും ത്രില്ലിംഗ് ഒക്കെ ഒരു സൈഡ്, പക്ഷെ ഇത് ഈ അഭിനയിക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല ആക്ച്വലി. സോ ഇതിന്റെ ഒരു സ്ട്രെസ് ഉണ്ട്. അത് ആക്ടേഴ്സ് അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവും അറിയില്ല. ഒരുപക്ഷെ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും കുറേയൊക്കെ മനസ്സിലാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇത് എത്ര പ്രയാസപ്പെട്ട ജോലിയാന്ന് ചിലപ്പം മനസ്സിലാവില്ല. അത് പോയി അവർ തരുന്ന ഡയലോഗ്സ് ഒക്കെ പറഞ്ഞാൽ പോരെ. സോ ഇങ്ങനെയാണ് ഇവർ ആലോചിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ അഭിനയം മാത്രമല്ല, ഏത് പരിപാടിയും, ഏത് ജോലിയും. ഇപ്പൊ ഞാനിപ്പോ ഒരു ജോലിയായിട്ട് പറയുകയാണെങ്കിൽ ഏത് ജോലിയും പ്രയാസമുള്ളത് തന്നെയാണ്. ഒട്ടും നമുക്ക് പ്രയാസം ഇല്ലാണ്ട് ഒരു സാധനം നമുക്ക് ജീവിതത്തിൽ കിട്ടൂല. അത് അറിയാമല്ലോ. സോ അഭിനയം ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു ത്രില്ലുണ്ട്, അതിൻ്റെ അകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് സെക്കൻഡ് ആഡ് ചെയ്യുന്ന അത്രയും എനിക്ക് ടെൻഷൻ ഇല്ല തേർഡ് ആഡ് ചെയ്യുന്നതിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ആഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആഡിൽ ഞാനിത് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ആഡിലേക്ക് 2 മുഖങ്ങളാണ്. ഒന്ന് ഈ മുഖമാണ്, അതായത് ഭീകരനായിട്ട്, ഒന്ന് ഇതാണ് പാവം. അപ്പൊ ഇയാൾ ഓൾറെഡി ചീറ്റി കഴിഞ്ഞു. ഇയാളുടെ പരിപാടികൾ ആൾക്കാർക്ക്, ഓഡിയൻസിന് മനസ്സിലായി, കഥാപാത്രങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇതാണോ പിടിക്കേണ്ടത് അറിയില്ല. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സീൻ എടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്തു. പക്ഷെ ആഴത്തിൽ പിന്നെ ഒരു വ്യക്തതയുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാല്, അറക്കലപ്പ് ഫസ്റ്റ് പാർട്ടിൽ ചീറ്റെങ്കിലും അയാൾ ഈ ബലം പിടിക്കുന്നതും അയാളുടെ ചീറ്റിൽ വീണ്ടും റിപ്പീറ്റ് ആയാലും അത് ഓക്കെയാണ് ആടിന്റെ ഫോർമാറ്റിൽ. അതിൽ വേറൊരു പടത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ വന്ന് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ലായിരിക്കും. സോ ഇപ്പൊ ആട് ത്രില്ലിയാൻ കുറച്ചുകൂടെ കൂളാണ്. അതേപോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ഇതിന്റെ കൂടെ തന്നെ, ഭരതനാട്യം 2. അത് തിയേറ്ററിൽ പോയി കണ്ടവർക്കറിയാം. എനിക്ക് വളരെ കണക്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് എത്ര പേർക്ക് കണക്ട് ആയി തിയേറ്ററിൽ എന്ന് എനിക്കറിയില്ല. പക്ഷെ OTT വന്നപ്പോൾ അത് ഗംഭീരമായിട്ട് ആളുകൾ അത് ഏറ്റെടുത്തു. ഇപ്പൊ അത് 2ാം ഭാഗം വരികയാണ്. അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയണം. അതിനെക്കുറിച്ച് ഭരതനാട്യം 2 ഉണ്ടാവുന്നതിന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ആ പടത്തിന്റെ ഒരു മൊത്തം സ്ട്രക്ചർ അത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡായി. ഇനി ഇതിന്റെ അപ്പുറമൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പം സായി ചേട്ടന്റെ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ, ഭരതൻ നായരുടെ ക്യാരക്ടർ, അദ്ദേഹം മരിച്ചുപോയി. കുടുംബാംഗങ്ങൾ ഇപ്പം സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നിർത്തുന്നത്. ഇനിയിപ്പോ അതിന്റെ അപ്പുറം എന്താണ്? പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വർക്കും ആയിട്ടില്ല. OTT-ലാണത് ദ സോ കോൾഡ് ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ അതാണ് സംഭവിച്ചത്. ഇതിനുശേഷം തോമസ് ചേട്ടനാണ്, അതായത് നമ്മുടെ പാർട്ട്ണർ തോമസ് തിരുവല്ല, അദ്ദേഹമാണ് ദാസന്റെ പറയണത്, ദാസ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ആലോചിച്ചാലോ. ദാസൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ് കൃഷ്ണദാസ്. അവനൊരു സെക്കൻഡ് പാർട്ട് എഴുതി
ഭയങ്കര രസമുള്ള പ്രൊമൈസ്. ഓ ആ ഭയങ്കര രസമായിട്ട് അവൻ എഴുതി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന്. പക്ഷെ എൻറ്റയർലി ഒരു ഭയങ്കര രസമാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ തിയേറ്ററിൽ അത് വർക്കായില്ല ആദ്യം സിനിമ ഇറങ്ങിയ സമയത്ത്, പിന്നെ OTT അത് വർക്കായി, രണ്ടാമത്തെ സിനിമയും തിയേറ്ററിൽ തന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കണം, അത് നിങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ട് തിയേറ്ററിൽ വർക്കാവുന്നത് അല്ലേ? ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഇപ്പം കുറച്ച് പേരെങ്കിലും പറഞ്ഞത് ആ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ഫോർമാറ്റില്ലേ അത് OTTക്ക് പറ്റിയതാണ്, തിയേറ്ററിന് പറ്റിയതല്ല. നമ്മൾ തിയേറ്ററിന് വേണ്ടി തന്നെ ചെയ്തത്. പക്ഷെ ഇപ്പം കോവിഡ് വന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഭയങ്കരമായിട്ട് ബൂമായി. അപ്പം ഈ കുറച്ച് ലൊക്കേഷൻസിൽ മാത്രം പറയുന്ന കഥകൾ അത് OTT സിനിമകളായിട്ട് മാറി അല്ലേ. പിന്നെ ഈ തൊട്ട് മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള ഹിറ്റായിട്ടുള്ള സിനിമ ഏത് എന്നുള്ളതും ഒരു വിഷയമാണ്. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു മാസ സിനിമ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഭരതനാട്യം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു വലിയ സിനിമ അങ്ങനെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിൽ അതിൻ്റെ ഒരു ഇത് കിടപ്പുണ്ടാവും. അപ്പോൾ അടുത്തത് ഇതേപോലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ വരുമ്പോൾ അതുപോലെ ആവുന്നില്ല എന്നൊക്കെയുള്ള ആളുകളുടെ ഒരു തോന്നൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പക്ഷേ കുറച്ച് ആളുകൾ കാണാൻ വരാതിരിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പ് എന്താണ് പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയും ഈ ആളുകളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന സിനിമകൾ ഓരോ സമയത്തും റിലീസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഇതും കൂടി ആളുകൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ ആളുകളിലേക്ക് റീച്ച് ആവും. അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഇത് OTTയിൽ ഇത്രയും റീച്ച് പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആളുകളായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് സിനിമ. അപ്പോൾ അത് കണക്ട് ചെയ്യപ്പെടാൻ പാകത്തിൽ അതിനെ തിയേറ്ററിൽ നിർത്തുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അതിന് റീസൺ എന്ന് പറയുന്നത് ഒരെണ്ണം അങ്ങനെയാകാം. അതെ, ശിവ സായിച്ചേട്ടൻ തീരുമാനിക്കണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അത് നല്ല സിനിമയായിരിക്കുന്ന ആളുകൾക്ക് ഉറപ്പുണ്ട്. അത് ഇപ്പൊ പതിയെ ആ ഒരു മിനിമം ഗ്യാരണ്ടി അങ്ങനെ തോന്നിയിട്ടുണ്ട് ആളുകളുടെ റെസ്പോൺസ്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില പലരും ഇങ്ങനെ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ ചിലപ്പം എന്റെ സിനിമകളൊരു ദ സോ കോൾഡ് ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ചിലപ്പം ആവില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ സോ കോൾഡ് ഹിറ്റ് ഇല്ലേ അതുപോലെ ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കും. പക്ഷെ ഒരു മിനിമം ഗ്യാരണ്ടി ഇതുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനകത്തെ ഒരു ഞാൻ പറ്റിക്കപ്പെടില്ല എന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു സംഗതി കിടപ്പാണ്. പക്ഷെ എന്നാലും നമ്മളും മനുഷ്യരാണ്, നമുക്കും അബദ്ധങ്ങൾ പറ്റാം, നമ്മുടെയും സെലക്ഷൻസ് റോങ് ആവാം. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന നമ്മളെ എന്റർടൈൻ ചെയ്തൊരു കഥയായിരിക്കില്ല നമ്മളിത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു സാധനം ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പൊ ഞാൻ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ച പിന്നെ അത് ഞാൻ തന്നെ അഭിനയിച്ചാണ് വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് അത്ര അതായത് വളരെ നല്ല സിനിമയാണ്, അത് ഇപ്പൊ കാണുമ്പോഴും നല്ല സിനിമ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഉള്ള ചിരി എനിക്ക് വന്നില്ല. അപ്പൊ അതിനൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കത് ഓൾറെഡി അറിയാം, അതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര ചിരി വരാത്തത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല ഇത് വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോഴും ഇത് ചെയ്യുന്ന ആളുകൾ ഈ ഒരു പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ വർക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത്ര വന്നില്ലെങ്കിൽ അത് മിസ്സായി പോകും. കോമഡി കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് കൃത്യമായിട്ട് പറയാനും പറ്റും. അത് ആര് അത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ഘടകമാണ്. ആരെങ്കിലും വെച്ചിട്ട് അത് ചെയ്ത് നടക്കില്ല. കോമഡിയൊക്കെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ അത് ആസ്വദിക്കപ്പെടും. ഇപ്പൊ എല്ലാ വേഷങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ചെയ്യുന്ന കഥാപാത്രം ഞാൻ കേട്ടിട്ടുണ്ട്, ആക്ടേഴ്സ് ഒരു സിനിമ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുൻപ് ആ കഥാപാത്രമായിട്ട് നേരത്തെ തന്നെ മാറും. അങ്ങനെ ചെയ്ത് അഭിനയിക്കുന്നവരുണ്ട്. ചിലര് അഭിനയിച്ച് കഴിഞ്ഞ ശേഷം ആ കഥാപാത്രം ഉള്ളിൽ നിന്ന് പോവാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. നിങ്ങൾ ശരിക്കും എങ്ങനത്തെ ഒരു ആക്ടറാണ്? എന്നോടല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാര്യമില്ലല്ലോ. അല്ല ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് കഥ ഇപ്പൊ വെളിച്ചപ്പാടൊക്കെ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് അത് ഉള്ളിൽ ഉണ്ടായിരുന്നു. അതെന്തറിയോ, നിങ്ങൾ പറ, ഞാൻ കേൾക്കാം. അതായിട്ട് ഇരിക്കണേ. എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ശീലത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് ഒരിക്കലും ഞാനല്ലാണ്ട് അഭിനയിച്ച ഒരു സിനിമ പണ്ട് വന്നതാണ് 2007 കാലഘട്ടത്തിൽ, അന്തിപ്പൊന്നോട്ടം എന്ന് പറഞ്ഞൊരു സിനിമ. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരുപാട് സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ. ഞാൻ ലൊക്കേഷനിൽ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, പിന്നെ ചിലവർ നമുക്ക് ഐ കോണ്ടാക്ട് വന്നാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരാൾ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗുഡ് മോർണിംഗ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് ഞാനല്ല, ഞാൻ അത്രയും മേളിൽ ഞാൻ എൻ്റെ ഹൈ പിച്ചിൽ ഞാൻ വിഷ് ചെയ്യാറില്ല. അപ്പൊ ഇത് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷെ അത് ശീലമായതിന്റെയാണ്. എന്നുവെച്ചാൽ ഈ കഥാപാത്രം അങ്ങനെയാണ്. പക്ഷെ സംഭവിക്കാം അങ്ങനെ. എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. പക്ഷെ അത്
അധികം ആളുകൾ കാണാത്തതുകൊണ്ട് പറയുന്നത് കാര്യമില്ല, പക്ഷെ എന്നാലും ഞാനത് പറയാം. അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എഴുതിയിട്ടുള്ളൊരു സിനിമയാണ്. കുറെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഓടും രാജ ആടും റാണി എന്നാണ് ആ സിനിമയുടെ പേര്. അതിനകത്ത് ഈ ട്രാൻസ്ജെൻഡറിന്റെ ഈ ഒരു ക്യാരക്ടർ ചെയ്ത് തുടങ്ങി. പിന്നെ ഈ ഏകദേശം ഒരു 30-40 ദിവസം കൊണ്ട് അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ 40 ദിവസം നമ്മൾ ഇതിൽ തന്നെയാണല്ലോ. നോർമലായിട്ടുള്ള വേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേറെ മാറിയിട്ട് പോകും. പക്ഷെ ഞാൻ അതിൽ തന്നെ ഇങ്ങനെ നിന്ന് പോയിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷവും എന്തോ ഒരു കുഴപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ മറ്റേ വാതിലിന്റെ ഒക്കെ പടിയുടെ മുകളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോയി നിന്നിട്ട് എന്തൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്കത് പിന്നെ തിരിച്ചറിയാനും പറ്റും. പിന്നെ അത് മാറും. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ദിലീപേട്ടനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാം. എനിക്ക് ഇതുപോലെ ഡാഡയില് ഞാൻ പ്രഗ്നന്റ് ആണല്ലോ, അതും പിന്നെ നമ്മളൊരു പടം സെയിം ടീമിന്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടില്ല, അത് ചെയ്തു. അതിലും ത്രൂ ഔട്ട് പ്രഗ്നന്റ് ആണ്. അപ്പം ഒരു പോയിന്റ് കഴിയുമ്പോ ഈ വയറ് നമ്മുടെ ടേബിൾ പോലെയാവും, ചായ കുടിക്കുമ്പോഴും എല്ലാം സ്റ്റാൻഡ് പോലെ. അപ്പൊ അതെന്റെ പാർട്ട് ഓഫ് ഒരു ബോഡിയാ. അപ്പൊ ഇത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാതാവുമ്പോ ഭയങ്കര ഒരു ശൂന്യത ഫീൽ ചെയ്യും ഇവിടെ. എന്തോ അത് പാർട്ട് ഓഫ് യുവർ ബോഡി പോലെ. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു വെബ് സീരീസിന്റെ ലുക്ക് ടെസ്റ്റിന് പോയിരുന്നു. അപ്പൊ അതിലും ഞാൻ പ്രഗ്നന്റ് ആണ് ആക്ച്വലി. അപ്പൊ അതില് അവര് ഫസ്റ്റ് ആണ് എന്നെ പ്രഗ്നന്റ് ആയിട്ട് ലുക്ക് ടെസ്റ്റ് ചെയ്യണേ. പക്ഷെ അന്ന് ഞാൻ ഈ വയറ് വെച്ചപ്പം അവര് പറഞ്ഞു എപ്പിമാ കറക്റ്റാ ഒരു പ്രഗ്നന്റ് ലേഡിനാണ്. അപ്പൊ എനിക്കെന്തോ ഇത് വെച്ചപ്പം ബാക്ക് ടു എനിക്ക് ഇഷ്ടം, എന്റെ ഒരു കംഫർട്ടബിൾ സ്പേസ് എത്തിയ പോലെ. ഈ വയറ് വന്നപ്പോ എനിക്ക് അറിയാം എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെ ഇരിക്കുന്നത്. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ബോഡി ഓർ പ്രഗ്നന്റ് അങ്ങനത്തെ. അതായത് എന്റെ വയറാന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ പ്രോപ്പർട്ടി ആണെന്നറിയാം, പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് നമ്മുടെ അങ്ങനെയാവും എന്നുള്ളത്. അത് വെക്കുമ്പോൾ കറക്റ്റ്, നടക്കുമ്പോഴും ഇരിക്കുമ്പോ പതുക്കെയാണ് ഇരിക്കണേ. അപ്പൊ കറക്റ്റ് അവങ്ങൾക്ക് അത് ഫീൽ ആകുക ഇല്ല ഏതാ അങ്ങനെ എന്നോട് ചോദിച്ചു ഇപ്രാവശ്യം പോയപ്പം. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇല്ല എനിക്കത് എന്തോ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ പടത്തില് ഈ വയറ് വെച്ചിട്ട് കുറെ പരിപാടികളുണ്ട്. ഫുൾ അത് ഭയങ്കര ഒരു ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു അത്. അപ്പൊ അതും കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഞാൻ വെക്കുന്നത് ഈ ലുക്ക് ടെസ്റ്റിന് പോയപ്പോഴാണ്. അപ്പൊ എനിക്കത് എന്തോ ഒരു എന്റെ ഒരു നോർമൽ സെൽഫ്, ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളൊരു ഫീൽ, അങ്ങനെ ഒരു ഫീലാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയ് 16 റിലീസ് ആകാൻ പോകുന്ന സിനിമയാണ്. ഈ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, ഒരു ദൈവം വന്നിട്ട് വെറുതെ പോവല്ല, ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.